നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരീക്ഷ വരികയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാതാപിതാക്കളെ കുട്ടികളുടെ ബുദ്ധി, ഓർമ്മ, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ ബ്രഹ്മിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്, ചവനപ്രാശം വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഇവയൊക്കെ കൊടുക്കുന്ന സപ്ലിമെന്റ്സ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഭക്ഷണ കാര്യങ്ങൾ കുട്ടികൾക്ക് ഒരു 2 മാസം മുന്നേ അല്ലെങ്കിൽ ഒരു 1 മന്ത് മുന്നെയൊക്കെ നല്ല സൂപ്പർ ഫുഡ്സ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓർമ്മ, ബുദ്ധിശക്തി ഒക്കെ നിൽക്കും. നിങ്ങൾക്ക് ബ്രഹ്മി, ചവനപ്രാശം ഒക്കെ പിള്ളേർ കഴിക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങളും കൂടെ അവരുടെ ഡയറ്റിൽ ഈ പരീക്ഷ കാലങ്ങളിൽ ആഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ബോർഡ് എക്സാംസ്, +2, അതുപോലെ തന്നെ 10ാം ക്ലാസ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാംസ്, എല്ലാ സ്റ്റുഡൻസിനും നമുക്കിത് ഒരു 24 വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് വളരെ ബെനിഫിഷ്യലാണ്. നെയ്യും മുട്ടയും ദിവസവും ആഡ് ചെയ്യുക എന്നുള്ളതാണ്. കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പാലും മോരും, തൈരല്ല പാലും മോരും പറ്റുന്നത് പോലെ തന്നെ അവരുടെ ഡയറ്റിൽ ആഡ് ചെയ്യുക. മത്തി തീർച്ചയായിട്ടും പിള്ളേർക്ക് വളരെ നല്ല ഫുഡാണ്, വറുത്തൊക്കെ കൊടുക്കുക. നെയ്യിൽ വറുത്ത് കൊടുത്താൽ നല്ലതാണ് മത്തി കേട്ടോ, പശുവിൻ നെയ്യിൽ. അതുപോലെ ബെറീസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ബെറീസ് കൊടുക്കാം. കൂടുതൽ കുട്ടികൾക്ക് ഉറക്കം വരാതിരിക്കാൻ ഓവറായിട്ടും കോഫിയും ചായയൊക്കെ വെച്ച് കൊടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തുക. ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവർക്ക്. അല്ലെങ്കിൽ പുതിനയില അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ചായപ്പൊടിയും കാപ്പിയുടെ ഉപയോഗം തീർച്ചയായിട്ടും കുറയ്ക്കുക. ഡാർക്ക് ചോക്ലേറ്റ് ദിവസവും കുറച്ച് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുക. നട്ട്സിൽ വാൾനട്ടും ബദാമും വളരെ ബെനിഫിഷ്യലാണ്. കുട്ടികൾക്ക് കൊടുത്തോ ബുദ്ധി, ഓർമ്മശക്തിയൊക്കെ നിലനിൽക്കും. ഈ കാലഘട്ടങ്ങളിൽ, ഈ കാലയളവിൽ, ഈ പരീക്ഷയുടെ സമയത്തൊക്കെ മീനെണ്ണ ഗുളിക ദിവസവും ഓരോന്ന് കൊടുക്കാൻ പറ്റുമെങ്കിലും നല്ലതാണ്. അതുപോലെ തന്നെ അവക്കാഡോയുടെ ഫ്രൂട്ട് രാവിലെ കൊടുത്താൽ നല്ലതാണ്. പൊമഗ്രാനേറ്റ് കൊടുക്കാം. പപ്പായ, പേരയ്ക്ക, ചോളം, മണിച്ചോളം, ചെറിയ ചോളം ഉണ്ടല്ലോ, കോണ്, ഇതും കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നിങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് പരീക്ഷയ്ക്ക് നടത്തുന്നുണ്ടോ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതും, അസുഖം വരാതെ, പനി വരാതെ, തൊണ്ടവേദന വരാതെ നിങ്ങളിരിക്കുക, അതൊക്കെ വന്നാൽ നമുക്ക് പഠനത്തിലൊരു ഡിസ്റ്റർബൻസോ പരീക്ഷയുടെ പെർഫോമൻസിനെ തന്നെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളും കൂടെ, ഈ ഡയറ്റും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടും, അസുഖം വരത്തില്ല. അതുപോലെ തന്നെ നല്ല എനർജറ്റിക് ആയിരിക്കും. ബുദ്ധിയും കോൺസെൻട്രേഷനും ഒക്കെ ബ്രെയിനിനും കൂടെ ബാധിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. എല്ലാ കുട്ടികളും മാതാപിതാക്കളും ഇതൊന്ന് ഓർത്ത് വെച്ച് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.